എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന വ്യക്തികൾ. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഇപ്പം മാറും, ഇനി ഒരിക്കലും പിണങ്ങില്ല, വളരെ ശക്തമായ റിലേഷൻ ആയിരിക്കും. പക്ഷേ അടുത്ത നിമിഷം തന്നെ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിനായിരിക്കും ഇത്തരക്കാർ പിണങ്ങുന്നത്. ഇവരുടെ ഈ പിണക്കം മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുക, ആ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. കാരണം വെച്ചാൽ ഇവരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിന് വേണം അവാർഡ് കൊടുക്കാൻ. കാരണം ഇവരെ സഹിക്കുന്നതിന്, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിന് നമ്മൾ പറയുന്ന ടോൺ ഒന്ന് മാറിയാൽ, നമ്മളുടെ മുഖത്തിന് ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയാൽ അവരെ കളിയാക്കിയാണോ ചിരിക്കുന്നത് ഇവരങ്ങ് വിചാരിക്കും. ശരിക്കും അതൊന്നുമല്ല, നമ്മൾ ശരിക്കും ഒരു ജെനുവിൻ ഹ്യൂമറിനായിരിക്കാം ചിരിച്ചത്. അതുപോലെ നമ്മളുടെ ചില എക്സ്പ്രഷൻസ് ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നാം. നമ്മളുടെ വേ ഓഫ് നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളുടെ ടോൺ, ഇതൊക്കെ ഇവർക്ക് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിട്ട് ഇവരത് സ്വയം ഇമാജിൻ ചെയ്യാണ് എന്നെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഇങ്ങനെ എന്ത് കാര്യത്തിനും ഇങ്ങനെ നെഗറ്റീവ് വിചാരിച്ച് ഇവർ പിണങ്ങിയിരിക്കും. പിന്നെ ഇവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ തിരിച്ച് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് കൂടെ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറേണ്ടി വരും. അപ്പൊ ഇത്തരക്കാരെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? അപ്പൊ ഇത് പറഞ്ഞാൽ ഇത് കുറേ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയുണ്ട്, നമ്മൾ ഇവരെ എങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കണം, ചെറിയ കുട്ടികളെ പോലെ നമ്മളുടെ ഒരു ആവശ്യമായിട്ട് മാറും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇടുന്നു. ആദ്യത്തെ തവണ ഇവരുടെ ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പരിപാടി ആദ്യമേ നിർത്തുക. ഒരു തവണ ചെയ്തു പോയാൽ അവർ രണ്ടാമതും അത് ആഗ്രഹിക്കും. അവരുടെ എക്സ്പെക്ടേഷൻ ഇവർ വരുന്നില്ല, ഇവർ വലിയ വലിയ പിണക്കത്തിലേക്ക് പോകും. ഒരു തവണ ചെയ്തു പോയാൽ പിന്നെയും ഇവരിത് പ്രതീക്ഷിക്കും, വീണ്ടും ഇവർ ഇൻസിഡന്റ് ഉണ്ടാക്കും, നമ്മൾ ചെല്ലുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യും, പലതരത്തിൽ ഇവർ നമ്മളെ മിണ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവർ ഇങ്ങോട്ട് വന്ന് തന്നെ മിണ്ടട്ടെ, അല്ലാതെ നിങ്ങൾ വീണ്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇവരിങ്ങോട്ട് വന്ന് നിങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബാധ്യതയായിട്ട് മാറും. ഇവരെ സമാധാനിപ്പിച്ച് കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു തൊല്ലയായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ എപ്പോഴും പിണങ്ങിയിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യമേ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യാൻ മീൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ എന്ന് തന്നെ പറയാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്ന് മിണ്ടിക്കോളും. അല്ലാതെ അയ്യോ എന്ത് പറ്റി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പുറകെ ചെല്ലുമ്പോൾ അവർക്കൊരു ശീലമായിട്ട് മാറും. പിന്നെ നമ്മൾ അവരെ ചെല്ലാത്തതിന് അവർ പല കുറ്റങ്ങളും കണ്ടുപിടിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ക്യൂട്ട്നെസ് ഒക്കെ നടിച്ചിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരെ ഒരു നിലയ്ക്ക് നിർത്തുക, ഒരു പൊടിക്ക് മാറ്റി നിർത്തിയേക്കുക. അവരോട് നമ്മൾ ഒരു സ്റ്റാൻഡ് വിട്ട് ഭയങ്കര കെയറിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തലവേദനയാവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവരോട് സ്നേഹവും കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പാമ്പറിങ്ങിന് പോകാതെ ഒരു ലിമിറ്റ് ഇട്ട് നിൽക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എപ്പോഴും ഞാനിത് പറയാൻ മറന്നു പോകും.